ഈശ്വര, വിളക്കണഞ്ഞല്ലോ. സോനെ, നീ ഇത് കണ്ടില്ലായിരുന്നോ? വിളക്കണഞ്ഞു. വിളക്കെടുത്തോണ്ട് പോകാതെ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ കുഞ്ഞിന്റെ അടുത്തായിരുന്നു. ഇത്രയും പെട്ടെന്ന് കാറ്റും മഴയും തുടങ്ങി ആരെങ്കിലും അറിഞ്ഞോ? നീ വിളക്കെടുത്തോണ്ട് വെക്കേ, ഞാൻ വാതിലടയ്ക്കട്ടെ. സത്യ, ആ ജനലൊക്കെ ഒന്ന് അടച്ചേക്കണേ, കാറ്റും മിന്നലും ഉണ്ട്. ഓ, കറണ്ടും പോയല്ലോ. ഈശ്വര, ആരായിരിക്കും അത്? സത്യ, ആ എമർജൻസി ലൈറ്റ് ഒന്ന് എടുത്തേ, കറണ്ട് പോയി. അതെ, ഞങ്ങളുടെ മുറിയില, ഞാനിപ്പോ കൊണ്ടുവരാം. ആ, വേഗം ആവട്ടെ. ദേ ഉമ്മർ താര വന്ന് നിപ്പുണ്ട്. ആരാ അത്? ആരാ? എന്താ ഇവിടെ? മഴയത്ത് കയറിയതാ. ഒരു വീട് അന്വേഷിച്ച് വന്നതായിരുന്നു. ഈശ്വര, ഇയാൾ ഇവിടെ എത്തിയോ? അമ്മേ, എമർജൻസി വർക്ക് ചെയ്യുന്നില്ല. ആരാ വന്നത്? ഏതോ ഒരു ഭ്രാന്തനാ. ഇവിടെ നിൽക്കാൻ സമ്മതിക്കരുത്. പെട്ടെന്ന് ഇറക്കി ഇവിടെ. സത്യ, അയാള് എന്നെ ആക്രമിക്കാൻ നോക്കി. ഒന്ന് വേഗം ഓടിച്ചുവിടും. സത്യ, വാ നോക്കാം. നിങ്ങൾ ആരാ? എന്തിനാണ് വന്നത്? പുറത്തു പോവാൻ. എന്തിനാണ് വന്നതെന്ന് മര്യാദക്ക് ഇറങ്ങി പോടോ. മര്യാദ കുറേ ശരിയാവില്ലല്ലേ? പിടിച്ചിറങ്ങണോ? ഇയാളോട് മര്യാദക്ക് പറഞ്ഞ് കേൾക്കില്ല. വാശാമേ, പിടിച്ചു പുറത്താക്കാം. നടക്കണോ? അങ്ങോട്ട് പുറത്തേക്ക് പോടോ. പോടോ, ഇറങ്ങി കണ്ടുവരുത്. ഇറങ്ങിപ്പോ. അയാളെന്തിനാ ഇവിടെ കയറി വന്നത്? ആരെങ്കിലും അന്വേഷിച്ചു വന്നതായിരിക്കും. അയ്യോ, ഇവിടൊക്കെ ആരെ അന്വേഷിച്ചു വരാനാ? അല്ല, അയാൾ എന്റെ നേരെ നോക്കി കണ്ണുരുട്ടിന്നേ. ആ, അതാ ഞാൻ പറഞ്ഞത് ഭ്രാന്തനായിരിക്കുന്നു. അല്ല പിന്നെ. ആ, ഏതായാലും ഇറക്കി വിട്ടല്ലോ. ഓ, ആശ്വാസമായി. ഹർഷേ, മിന്നലുള്ളപ്പോ ഫോൺ എടുക്കല്ലേ. ആരാണെന്ന് നോക്കട്ടെ രവിയേട്ടാ. ആന്റിയാണല്ലോ, അവരെത്തി കാണും. ആ ആന്റി, വീട്ടിലെത്തിയോ? എത്തി ഹർഷേ, കുറച്ചു നേരമായി. അതെ,
ഞാൻ രാത്രി കിടക്കുമ്പം വിളിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. എന്താ ആന്റി?